മറ്റേ കൃഷ്ണനായിട്ട് വരാണ്ട് വന്നില്ല ഇതുവരെ. ഇല്ലല്ല, നമ്മൾ കുറെ നേരമായി വെയിറ്റ് ചെയ്യണം. എവിടാണോ? എനിക്കറിയാൻ വരില്ലാന്ന്. കണ്ടില്ലേ, ഞാൻ മുണ്ടുവരെ എടുത്തിട്ടില്ല. അല്ല, നീ എന്താ ഈ അതിരാവിലെ ഫോണില്? ഞാൻ എന്റെ വാവടത്ത് സംസാരിക്കുക. ചെറിയ വരെ ഗേൾഫ്രണ്ട്. വാവാര ഗേൾഫ്രണ്ട് ആണോ? അതെന്റെ ബെസ്റ്റിയാ. അല്ല, എന്താ ഈ ബെസ്റ്റി? നമുക്കറിയൊന്നുമില്ല. ഇവിടെ കുറച്ച് 90s വസന്തങ്ങൾ ഉണ്ട് വാവേ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് മെസ്സേജ് അയക്കാം. വരുന്നവരാണോ? അല്ല, നീ എന്താ ഒറ്റയ്ക്ക്? കൃഷ്ണനവിടെ? കൃഷ്ണനോ? കൃഷ്ണ എന്താ അവിടെ? ഈ സമയത്താണ് അതൊക്കെ. ഞാൻ പറഞ്ഞൊക്കെ റെഡിയല്ലേ? പറഞ്ഞ റെമ്യൂണേഷൻ കിട്ടുന്നുണ്ടാവില്ലേ? അതൊക്കെ കിട്ടും. 50-50. ഓക്കെ, റെമ്യൂണേഷൻ കിട്ടില്ലെങ്കിലല്ലോ പറഞ്ഞ പോലെ ചെയ്താൽ മതി, ബാക്കിയൊക്കെ റെഡിയാക്കാം. നീ പറഞ്ഞ കൃഷ്ണൻ അത് ഇന്നലെ പറഞ്ഞവൻ ചാമ്പി. പക്ഷെ അതാണ്ടല്ലേ പുതിയ കൃഷ്ണൻ. താടിയുണ്ട്, മീശയുണ്ട്. ആ മുഖത്തും കണ്ട മനസ്സിലായില്ലേ? എന്തൊരു ഐശ്വര്യമുള്ള മുഖം. അല്ല, അതിനു മുന്നേ അഭിനയിച്ച വല്ല എക്സ്പീരിയൻസ് ഉണ്ടോ? നമ്മുടെ ജീവിതമേ ഒരു അഭിനയല്ലേ. മാറുന്ന ഡ്രസ്സൊക്കെ ക്ലബിലുണ്ട് കേട്ടോ. അവിടെ അലമാരയിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തെ പിരിമുടിയും കിട്ടിയാലേ ഒരു 50,000 രൂപ റൊക്കണാവും. നമുക്ക് ഇവിടെ നേരെ ഗോവയ്ക്ക് പോയി അടിച്ച് പൊളിക്കാം. എടാ, ഫണ്ട് അതിലല്ലേ ഇരിക്കണ്. അവനെങ്ങനെ അങ്ങനെ വിടുക? നീയും കൂടി പോയി നോക്ക്. ഞാൻ പോയിട്ട് വരാം. എടാ, ക്ലബിൽ വെച്ച പൈസയും അവനെയും കാണാനില്ല. എടാ, നീ അപ്പൊ അവന്റെ പിന്നാലെ പോയി നോക്കിയില്ലേ? ഞാനവര് പിന്നാലെ പോയതാ. ഏട്ടൽ വെച്ചിരിക്കും കോള് വന്നു. അവിടെ വെച്ച് എനിക്ക് അവനെ മിസ്സായി. എടാ, എന്റെ ഫണ്ട്, എന്റെ ട്രിപ്പ്, എന്റെ ഗോവ, ഇതൊക്കെ ഞാനാണോ കാരണക്കാരൻ? അവനല്ല അയാളെ കൊണ്ടുവന്ന്. എടാ എവിടാ നിന്റെ കൃഷ്ണൻ? സത്യം പറയടാ, ആരാ അത്? അത് ഇന്നലെ കൊണ്ടുവരാറിന്റെ കൃഷ്ണൻ വരാത്തപ്പോളേ ഞാൻ രാവിലെ വരുമ്പോ ഒരുത്തൻ കിടന്ന് പരിഗണുണ്ട്. അപ്പൊ അവരെ പിടിച്ചോണ്ട് വന്നു. കൃഷ്ണൻ ഇല്ലാണ്ട് പോകാൻ നിങ്ങൾ തല്ലുമല്ലോ. അപ്പൊ അവരെ കൂട്ടിക്കൊണ്ട് വന്നതാ. കള്ളങ്ങാന്ന് നീ അറിഞ്ഞില്ല. എടാ, അല്ലെങ്കിൽ ഞങ്ങൾ തല്ലടാ.